അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഈ ഒരു ഷേപ്പ് ആണെങ്കിൽ പോലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ എങ്ങനെയാണ് കുഴച്ചിട്ടെടുക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഏകദേശം ഒരു 3/4 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം വരെയാണ് നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടൊന്ന് കുഴക്കുകയാണെങ്കിൽ മാവ് കുറച്ചും കൂടെ നമുക്ക് നല്ല മയത്തിൽ കിട്ടും. അപ്പോൾ മാവ് ഇവിടെ നല്ല മയത്തിൽ തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചൂടായി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു മീഡിയം വലിപ്പമുള്ള സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സവാളയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നമുക്ക് ചെറിയതായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കാം. സവാള അത്യാവശ്യം ഇതുപോലെ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ച ഗ്രീൻ പീസ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് ഒരു 3/4 ഭാഗം വേവിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഗ്രീൻ പീസും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയോ മീറ്റ് മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. പൊടികളുടെ ആണെങ്കിൽ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഗ്രീൻ പീസ് ആണെങ്കിൽ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ എരിവ് നോക്കിയിട്ട് എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഒന്ന് ഉടച്ചിട്ട് എടുത്തതാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരമൊന്നും നമ്മൾ ഇളക്കണ്ട, ജസ്റ്റ് അതൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ വെതറി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് ഈ മാവിൽ നിന്ന് കുറച്ച് ഏറെ തന്നെ മാവ് ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. കറക്റ്റ് നമ്മളിതൊരു റൗണ്ടായിട്ട് പരത്തിയെടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇതൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് കട്ടി കൂടി പോകാനും പാടില്ല, ഒരുപാട് നൈസായിട്ട് പോകാനും പാടില്ല. നമ്മളിതിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമ്മളിത് വട്ടത്തിലൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അത് വിട്ടു പോകാതിരിക്കാനുള്ള ഒരു കട്ടി വേണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്കിതൊന്ന് സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കട്ട് ചെയ്ത് കൊടുത്ത ഈ ഒരു അറ്റത്തെല്ലാം നമുക്ക് കുറച്ച് വെള്ളമേ ഒന്നാക്കി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വെള്ളം തൊട്ടിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. ഈ ഒരു അറ്റത്ത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ പതിയൊന്ന് മടക്കിക്കൊണ്ടിരേണ്ടത്. ഇതുപോലെ മടക്കിയതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു അറ്റവും കൊണ്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളമേം തൂത്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് ഒട്ടിക്കിട്ടും. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് നമുക്കിതൊന്ന് റൗണ്ടാക്കി കൊണ്ടുവരാം. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തതാണ്. ഇത് നമുക്ക് ഈ ഒരു 2 സൈഡിൽ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അറ്റം രണ്ടും കൂടെ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ചെറിയൊരു ഭാഗം വല്ലോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു തവണ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ പരത്തിയ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഓയിലാണെങ്കിലും അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് തീങ്ങ് കുറച്ച് വെക്കണ്ട. ഫില്ലിങ് നന്നായിട്ട് വെന്തിട്ടുള്ളതാണെങ്കിലും പുറമേ ഉള്ളൊരു മാവൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.